ഹായ് ഗെയ്സ്, ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഗന്ധപാല, ദന്തപാല, വിട്ടുപാല, അയ്യംപാല എന്നൊക്കെ പറയണേ ഒരു സോറിയാസിസിനുള്ളൊരു സിദ്ധ ഔഷധത്തെക്കുറിച്ചാണ്. അതിൻ്റെ സോപ്പാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്, ദന്തപാല സോപ്പ്. അപ്പം ചെറിയൊരു ചെടിയുണ്ട്, നമുക്ക് അതിൽ നിന്ന് കുറച്ച് ഇല പറിക്കാം. ബാക്കി ഡീറ്റെയിൽ എല്ലാം ഇല പറിക്കുമ്പോൾ നമുക്ക് നോക്കാം. ഇത് എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഒരു ചെറിയൊരു ചെടിയാണ് ദന്തപാലയുടെ. അപ്പോൾ നമ്മൾ ദന്തപാല വെച്ചിട്ടാണ് സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. സോറിയാസ് പോലുള്ള അസുഖങ്ങൾക്ക്, അതേപോലെ ചർമ്മത്തിൽ ഉണ്ടാവുന്ന ചൊറിച്ചിൽ, തിണർപ്പ്, തടിച്ചു പൊന്തൽ, മാറാത്ത ചൊറിച്ചിൽ ഒക്കെ ഈ സോറിയാസിസ് പോലെയുള്ള അതുപോലെ തന്നെയുള്ള പലവിധ ത്വക്ക് രോഗങ്ങൾക്കും ദന്തപാല ഒരു സിദ്ധൌഷധമാണ്. അപ്പോൾ പക്ഷേ നമ്മുടെ അഷ്ടാംഗ ഹൃദയം പോലുള്ള അതിബൃഹത്തായ ഗ്രന്ഥങ്ങളിലൊന്നും, മലയാളത്തിലുള്ള അതിബൃഹത്തായ ഗ്രന്ഥങ്ങളിലൊന്നും ദന്തപാലനെ കുറിച്ച് അല്ലെങ്കിൽ വിട്ടുപാലനെ കുറിച്ച് പറയണില്ല. ദന്തപാല, ഗന്ധപാല, വിട്ടുപാല എന്നൊക്കെ പേരുണ്ട്. അതൊരു പക്ഷേ നമ്മളുടെ നാട്ടിലില്ലാതെ നമ്മുടെ ഇവിടെ പിന്നീട് വന്നതാവാം. അതുപോലെ തന്നെ ആയുർവേദത്തിലൊക്കെ പിന്നീട് വന്നതാവാം. ഒരു പക്ഷേ തമിഴ് സിദ്ധവൈദ്യത്തിൽ നിന്നും നമ്മുടെ ആയുർവേദത്തിലേക്ക് പിന്നീട് വന്നതായിരിക്കാം എന്ന് നമുക്ക് കരുതാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ദന്തപാലയുടെ ഉപയോഗമോ അല്ലെങ്കിൽ അതിൻ്റെ ഇത്രയും ഒരു സിദ്ധ ഔഷധമാണ് എന്നുള്ളതോ അറിവ് നമ്മൾക്ക് ആർക്കും ഇല്ലാതെ പോയത് അതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് അതുകൂടാതെ തന്നെ ദന്തപാല പോലെ തന്നെ ഏഴിലം പാല, കടുകപ്പാല, ചെന്തളിര് പാല, കുരുട്ടുപാല, ഇഞ്ചിപ്പാല, ഇവിടെയൊക്കെ ഏതിൻ്റെങ്കിലും ഒരു ഇല എടുത്തിട്ട് നമുക്ക് നല്ല പഴകിയ വെളിച്ചെണ്ണ വേണം. ഒരു 14 മുതൽ 28 ദിവസം വെച്ചാൽ ജലാംശം മുഴുവൻ വറ്റിച്ച് കളഞ്ഞിട്ട് ആ തൈലം മേല് തേച്ച് കഴിഞ്ഞാൽ ഏത് വിധത്തിലുള്ള സോറിയാസിസും മാറും കേട്ടോ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ചെമ്പ് പാത്രത്തിലായിരിക്കണം. പിന്നെ ഇരുമ്പ് തൊടാൻ പാടില്ല, അതൊക്കെ പ്രത്യേകതയാണ് കേട്ടോ. പിന്നെ സോപ്പ് തേക്കാൻ പാടില്ല, അത് കഴുകിക്കളയേണ്ടത് വല്ല ചെറുപയർ പൊടിയൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിലൊരു പാലുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഗന്ധപാല എന്ന്. കാരണം ഭയങ്കര ഗന്ധമാണ് അതിൻ്റെ. വെളിച്ചെണ്ണ നമ്മൾക്ക് വെയിലത്ത് വെച്ചിട്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മെല്ല് വർണ്ണാതീതമാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. പിന്നെ ഒരു വയലറ്റ് ഷെയ്ഡിലേക്കൊക്കെ പോവും അതിൻ്റെ എണ്ണ. പക്ഷേ അത് നമ്മൾ ഹെയർ ഓയിലായിട്ട് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെ ജലാംശം വറ്റിയില്ലെങ്കിൽ എണ്ണ കാർച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആയുർവേദ വിധിപ്രകാരം എണ്ണ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഒരു മെത്തേഡ് വേറെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അത് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കാനാണ് പോകണം. അപ്പോൾ ഇത് ഒരു 50 ഇലയുണ്ട്. 50 ഇല ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിൽ കഷ്ണാക്കി മുറിച്ചിട്ട് നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ആദ്യം എണ്ണ ആക്കിയിട്ട്, ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടല്ല ചൂടാക്കണത്, വെയിലത്ത് വെച്ചിട്ടാണ് ചൂടാക്കണത്. വെയിലത്ത് വെച്ച് ചൂടാക്കിയിട്ട് ാണ് നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇല എടുത്ത് കട്ട് ചെയ്തിട്ട് അതിന് വെയിലത്ത് വെച്ചിട്ട് എണ്ണ ആവാൻ ഏകദേശം ഒരു 7 ദിവസം എടുക്കും. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് മിനിമം 7 ദിവസമാണ്. അപ്പോൾ 7 ദിവസം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എണ്ണ. നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ, അതായത് നല്ല വേനൽക്കാലല്ലേ, ഒരു മാർച്ച് ഏപ്രിൽ മാസമൊക്കെ ആണെങ്കിൽ ഒരു 3 തൊട്ട് 4 ദിവസം മതി. ഇല്ലെങ്കിൽ ശരിക്കും മഴക്കാലമൊക്കെ ആണെങ്കിൽ അസൽ പണി കിട്ടുന്ന ഒരു കേസാണ് ദന്തപാല എണ്ണ ഉണ്ടാക്കൽ. അപ്പോൾ നല്ല വെയിലുള്ളപ്പോൾ മാത്രം ഈ എണ്ണ ഉണ്ടാക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് അത് വെച്ചിട്ട് നമുക്കൊരു സോപ്പ് ഉണ്ടാക്കാം. ഇന്ന് പറ്റില്ല, 7 ദിവസം ഇതിങ്ങനെ ഇരിക്കണം. പക്ഷെ ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഈ എണ്ണ ഉണ്ട്, ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് തൽക്കാലം സോപ്പ് ഉണ്ടാക്കാം. ഇതിൻ്റെ ഓരോ രീതിയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിൽ വ്യത്യാസം കാണിച്ചു തരാം. ഇതിൻ്റെ പൂവ് വെളുത്തിട്ട് കൂട്ടമായിട്ട് നിൽക്കണ പൂവാണ്, വെള്ളപ്പൂവ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ശ്വേതകുടജാന്ന് പേര് വന്നിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ ഇവിടെ പൂവൊന്നായിട്ടില്ല, കാരണം ചെറിയ ചെടിയാണ്. നിങ്ങൾ കണ്ടുല്ലോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. പക്ഷേ ഇല നമുക്ക് ഇത്ര വേണ്ടുള്ളൂ. ഒരു 50 ഇലയൊക്കെ മിനിമം ഒരു 100 ഗ്രാം ഓയിലുണ്ട്. ഇനി ഇത് നമ്മൾ ഇങ്ങനെ ഊറ്റിയെടുക്കുമ്പോൾ 100 ഗ്രാമൊന്നും കിട്ടില്ല, എന്നാലും നമുക്ക് ആ റിസൾട്ട് കിട്ടും കേട്ടോ. ഉള്ളത് മതി, അത് നല്ല റിസൾട്ടായിരിക്കും. അപ്പോൾ ശ്വേതകുടജാന്ന് പേര് വന്നത് കൂട്ടത്തിൽ ജനിച്ചതായിരിക്കാം, അങ്ങനെ ലോപിച്ചിട്ടാവും ശ്വേതകുടജാന്നായി ഉണ്ടാവുക. കൂട്ടജാന്ന് വെച്ചാൽ കൂട്ടത്തിൽ ജനിച്ചത്. അപ്പോൾ കുടജാന്നായിട്ടുണ്ടാവുക. ഒരു പക്ഷേ അത് ലോപിച്ച് കുടജാതായതാവുക. കുടജയ്ക്ക് മറ്റൊരർത്ഥമുണ്ട്, ഹിന്ദു മതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരർത്ഥമുണ്ട് കുടജ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ ശ്വേതകുടജാന്ന് പേര് വന്നിട്ടുണ്ടാവുക കേട്ടോ. പിന്നെ വെട്ടുപാല, ദന്തപാലയുടെ ഒക്കെ ഞാൻ പറഞ്ഞല്ലോ മുൻപേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ
എണ്ണയുടെ ഒറിജിനൽ കളറ് ഈ വയലറ്റ് ഷെയ്ഡ്. അപ്പോൾ ഇതിന് നമ്മൾ ഇനിയിപ്പോൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഈ കളറൊന്നും അതിൽ കിട്ടില്ല. അപ്പോൾ നമുക്ക് സോപ്പിനൊരു കളർ കൊടുക്കണം വേണ്ടേ? അപ്പോൾ അതിൻ്റെ സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ദന്തപാല എണ്ണ കണ്ടില്ലേ, അങ്ങനെ ഒരു വയലറ്റ് കളറാവും ദന്തപാലയുടെ എണ്ണ. ദന്തപാല എണ്ണ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ പോവുക. അപ്പോൾ എടുത്ത അളവിൽ നമ്മൾ 200 ഗ്രാമിന് പകരം 100 ഗ്രാമാണ് ദന്തപാല എണ്ണ എടുത്തിട്ടുള്ളൂ. പിന്നെ ലൈ സൊല്യൂഷനാണ്. ഞാനിതിൽ പഞ്ചസാര ലായനി, ഇതിലും ഞാൻ പഞ്ചസാര ലായനി ആഡ് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇനി ഞാനൊരു കാര്യം പറയണ്ടാവുന്നില്ലേ, കളർ ആഡ് ചെയ്യേണ്ടത്. കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റോസ് കളർ, അതായത് ദന്തപാലയ്ക്കൊരു കളറുണ്ടല്ലോ, എന്താ ഇതിനെ പറയുക, ഒരു വയലറ്റ് ഷെയ്ഡ് അല്ലേ കാണുന്നത്. അപ്പോൾ ആ ഒരു കളർ തന്നെ കൊടുക്കണം സോപ്പിലും. അപ്പോൾ എന്ത് ചെയ്യണമെങ്കിൽ അല്പം ബ്ലൂവും അല്പം റോസും കൂടിയിട്ട് എടുത്ത് മിക്സ് ചെയ്തിട്ട് ദന്തപാലയുടെ കളറാക്കാം. ഓക്കെ, മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടോ. ഇനി നമ്മൾ അതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് ലൈയാണ്. ലൈ ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള നമ്മുടെ ദന്തപാലയുടെ എണ്ണ ചേർക്കാൻ പോണത്. നമ്മൾ ദന്തപാല ഓയിൽ നമ്മൾ 100 ml മാറ്റി വെച്ചത് ഒഴിച്ചു കൊടുക്കണത് കേട്ടോ. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നേക്ക്, വെളിച്ചക്കുറവുണ്ട് അല്ലേ. നമ്മൾ ദന്തപാല ഓയിൽ ആഡ് ചെയ്താലും ഒരു വ്യത്യാസം ഉണ്ടാവില്ല, കാരണം ആ കളറ് ഇങ്ങനെയാണ് കിട്ടുക. ഇനി ഇത് ദന്തപാല സോപ്പാണെന്ന് അറിയിക്കണമെങ്കിലാണ് ഞാൻ പറഞ്ഞത് മുൻപ് പിങ്കും ബ്ലൂവും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ആ ദന്തപാലയുടെ സോപ്പിൻ്റെ കളർ കിട്ടും. അപ്പോൾ ഞാനിവിടെ കളർ ആഡ് ചെയ്യണത് ഞാൻ പറഞ്ഞില്ലേ, നാളെ ഓയിൽ കളർ വാങ്ങിയതാണ് കേട്ടോ. ഇത് നമ്മുടെ ഓൺലൈൻ വഴി ഓയിൽ കളർ വാങ്ങിയിട്ടുണ്ട്. ആ ഓയിൽ കളർ ഇത് ഓയിൽ കളറല്ല, അവർ ഇത് ഓയിൽ കളറാന്ന് പറഞ്ഞിട്ട് തന്നതാണ്. പക്ഷേ ഇത് വാട്ടർ കളറാണ്. അപ്പോൾ ഞാനിത് ആണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഞാനതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. നോക്കിയിട്ട് കുറച്ചും കൂടി പിങ്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദന്തപാല സോപ്പിൻ്റെ ദന്തപാല ഓയിലിൻ്റെ കളറായി. അപ്പോൾ നമുക്ക് ആ സോപ്പിൻ്റെയും കളറ് അതന്നെ കിട്ടി. അപ്പോൾ ഞാനിവിടെ ഫ്രാഗ്രൻസ് കുറച്ച് ഒരു 10 ml ഫ്രാഗ്രൻസ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അഡ്വാൻചർ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. ഇത്തിരി കോസ്റ്റ്ലി ആണ് കേട്ടോ. നല്ല സ്മെല്ലാണ് അഡ്വാൻചറിൻ്റെ കേട്ടോ. നല്ല അടിപൊളി സ്മെല്ലാണ്. ഇത്തിരി കോസ്റ്റ്ലി ആയിട്ട് സ്മെല്ലൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അഡ്വാൻചർ എന്നുള്ള സ്മെല്ല് ചൂസ് ചെയ്യുക കേട്ടോ. ഇത്തിരി നല്ല സ്മെല്ല് വേണം. ഇത്തിരി നല്ല നമ്മുടെ കസ്റ്റമർ ഇത്തിരി നല്ല ഒരു എന്താ പറയുക, സാധാ കസ്റ്റമർ അല്ലാതെ ഇപ്പം നമ്മുടെ കസ്റ്റമർ ഇപ്പം നല്ല ഒരു അതിനൊരു വാക്ക് പറയില്ലേ, ചില വാക്കുകളൊന്നും ചില നേരത്ത് വരില്ല എനിക്ക്. കാരണം ഒരു 6 വർഷം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീഡിയോയിൽ പറഞ്ഞില്ലേ, 6 വർഷം ആരോടും സംസാരമില്ല. ഞാൻ 6 വർഷം ആരോടും സംസാരിക്കണില്ല, ആരും കാണുന്നില്ല. ഒരു നീണ്ട മൗനത്തിലായിരുന്നു. ആകെയുള്ള ഒരു നേരം പോക്ക് ഓൺലൈനിൽ എൻ്റെ ഒരു ബ്ലോഗ് തുടങ്ങി എന്നുള്ളത് മാത്രമാണ്.
അപ്പോൾ നമ്മൾ ആരോടും സംസാരിക്കുന്നില്ലല്ലോ, അപ്പോൾ എഴുത്ത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ 6 വർഷക്കാലം ആരോടും സംസാരിക്കാതെ സച്ചിയും ഞാനും മാത്രമല്ലേ എത്ര നേരം എന്ത് സംസാരിക്കും. ഞങ്ങൾ രണ്ടാളും ജപം ഉള്ള ആൾക്കാരായ കാരണം കൊണ്ട് പരമാവധി സംസാരം കുറവാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ചില വാക്കുകളൊന്നും എനിക്ക് വരാതെ ആയിപ്പോയി. പിന്നെ അങ്ങനെ ഭയന്നിട്ടാണ് പിന്നീട് എനിക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടു എന്ന് വരെ അവസ്ഥയിലെത്തി. പിന്നീടാണ് ഞാൻ വീണ്ടും എന്താ പറയുക ആക്റ്റീവായത്. അപ്പോൾ നമ്മൾ ശരിക്കും ദന്തപാലയുടെ ആ കളറ് അതേ കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വേറെ മോഡലിലേക്ക് വയ്ക്കാം. ഇതാണ് ദന്തപാല സോപ്പ് കേട്ടോ. അപ്പം നമ്മുടെ ദന്തപാലയുടെ സോപ്പ് ശരിയായിട്ടുണ്ട് കണ്ടോ. നമ്മുടെ വേനൽക്കാലത്ത് ദന്തപാല എടുത്തു കഴിഞ്ഞാൽ ഇതേ കളറിൽ കിട്ടും. വർഷക്കാലം ആകുമ്പോൾ നമുക്ക് ഇതേപോലെ വയലറ്റ് കളറൊന്നും കിട്ടാൻ ഇത്തിരി ചാൻസ് കുറവാണ്. നല്ല വെയിലുണ്ടായാൽ മാത്രമേ കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ അത് മങ്ങി നിൽക്കും. നല്ല വേനൽക്കാലത്ത് നല്ല വയലറ്റ് കളറിൽ കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ ദന്തപാലയുടെ സോപ്പ് ഇതാ ഈ കളറിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. അപ്പോൾ ഓക്കേ.